സ്വാഗതം പേജ് 10 സ്റ്റോറീസിലേക്ക്. അവളുടെ വിലാപങ്ങളും ചോദ്യങ്ങളും ബാക്കി. കേരളം നിരാശയോടെ ഇന്നൊരു വിധി കേട്ടു. ഈ വിധി അങ്ങേറ്റം ബയസ്ഡായ ഒരു വിധിയാണ്. കാരണം ഈ പ്രതി വരുമ്പോൾ ഒരു ജഡ്ജി എഴുന്നേറ്റ് നിൽക്കുക എന്ന് പറയുന്നതിന് അർത്ഥം എന്നാണ്. അത്ര ബഹുമാനത്താണ് ജഡ്ജി എന്നെ വിധി പറയുന്നതും കേസ് നടത്തുന്നതും. എന്നാൽ നിരാശയുടെ കാര്യമില്ലെന്നും തടസ്സത്തിന്റെ കാർമേഘം ഒഴിഞ്ഞുപോയി എന്നുമാണ് റിപ്പോർട്ടർ TV മുൻ ചീഫ് എഡിറ്റർ നികേഷ് കുമാർ പറയുന്നത്. നടിയെ ആക്രമിച്ച കേസിൽ നമുക്കറിയാം വളരെ വ്യക്തതയോടെ ഇടപെട്ടിട്ടുള്ള മാധ്യമപ്രവർത്തകനാണ് നികേഷ് കുമാർ. അദ്ദേഹം അങ്ങനെ പറയുന്നത് 3 കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ്. 1, ദിലീപിന് താൻ കുറ്റവിമുക്തനാകുമെന്ന് അറിയാമായിരുന്നു. 2, നടിക്ക് ഈ കോടതിയിൽ നിന്ന് തുടക്കത്തിലെ നീതി നിഷേധിക്കപ്പെട്ടു. 3, ഈ വിധി ഒന്നിൻ്റെയും അവസാനമല്ല, പുതിയൊന്നിൻ്റെ തുടക്കമാണ്, പുതിയ പോരാട്ടത്തിൻ്റെ തുടക്കമാണ്. അതിനുള്ള തടസ്സം നീങ്ങി. നികേഷ് പറഞ്ഞ കാര്യങ്ങളിലേക്ക്, എന്തുകൊണ്ട് അദ്ദേഹം അങ്ങനെ പറയുന്നു എന്നുള്ള വിലയിരുത്തലിലേക്ക് നമുക്ക് വിശദമായി എത്താം. അതിനു മുമ്പ് വിധി പുറത്തു വന്നതിന് ശേഷം നടൻ ദിലീപ് നടത്തിയ പ്രതികരണം എന്തെന്ന് കൂടി പരിശോധിക്കാം. ഈ കേസിൽ ക്രിമിനൽ ഗൂഢാലോചനയുണ്ടെന്ന് മഞ്ജു പറഞ്ഞിടത്ത് നിന്നാണ് തനിക്കെതിരെയുള്ള ഗൂഢാലോചന ആരംഭിച്ചത് എന്നാണ് ദിലീപ് പറയുന്നത്. അന്നത്തെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥയും ക്രിമിനൽ പോലീസും ചേർന്നാണ് ഇങ്ങനെയൊരു നീക്കം നടത്തിയത്. അതിനായി മുഖ്യപ്രതികളെയും കൂട്ടുപ്രതികളെയും പോലീസ് കൂട്ടുപിടിച്ചു. ചില മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച് കള്ളക്കഥ മെനഞ്ഞു. ആ കഥ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചു. ആ കള്ളക്കഥയാണ് ഇന്ന് കോടതിയിൽ പൊളിഞ്ഞത്. എനിക്കെതിരെയാണ് ഗൂഢാലോചന നടന്നത്, എൻ്റെ കരിയറും ജീവിതവും നശിപ്പിക്കാനാണ് അങ്ങനെ ചെയ്തത് എന്നാണ് ദിലീപിൻ്റെ പ്രതികരണം. എന്നാൽ ആവർത്തിച്ച് ആരാണ് ഗൂഢാലോചന നടത്തിയത് എന്നുള്ള ആവർത്തിച്ചുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളോട് ഇത്രയും 9 വർഷം നിങ്ങൾ പറഞ്ഞില്ലേ, ഇനിയും പോയി തിരക്കൂ എന്നായിരുന്നു ദിലീപിൻ്റെ പ്രതികരണം. അതായത് ഇതെല്ലാം ഗൂഢാലോചനയായിരുന്നു, അതിന് പിന്നിൽ തൻ്റെ മുൻ ഭാര്യയായ മഞ്ജുവാണ് എന്ന് വ്യക്തമായി സൂചിപ്പിക്കുന്ന വാക്കുകൾ അല്ലെങ്കിൽ പ്രസ്താവനയാണ് ദിലീപ് നടത്തിയതെന്ന് നമുക്ക് നേരത്തെയുള്ള പ്രസ്താവന നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. ഇനി താൻ ഉന്നമിടുന്നത് മഞ്ജുവിനെ ആയിരിക്കുമെന്ന് ദിലീപ് പറയാതെ പറഞ്ഞു എന്ന് വേണമെങ്കിലും വിലയിരുത്താം. തനിക്ക് മഞ്ജുവിനോടുള്ള പകയ്ക്ക് അവസാനമില്ലെന്ന് കൂടി ദിലീപ് പ്രഖ്യാപിക്കുകയാണെന്നും നോക്കിക്കാണാം കോടതി വിധി വന്നതിന് ശേഷം. ഇനി നികേഷ് പറഞ്ഞ കാര്യങ്ങളിലേക്ക് വന്നാൽ, ഒന്നാമതായി അദ്ദേഹം പറയുന്നത് ദിലീപിന് താൻ മോചിതനാകുമെന്ന് അറിയാമായിരുന്നു എന്നാണ്. അതിന് കാരണവും നികേഷ് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വിധി വന്ന ശേഷമുള്ള ദിലീപിൻ്റെ പ്രതികരണം കെയർഫുള്ളി ക്രാഫ്റ്റഡ് ആണ് എന്നാണ് നികേഷ് പറയുന്നത്. ആ കെയർഫുള്ളി ക്രാഫ്റ്റഡ് പ്രസ്താവനയിൽ നിന്ന് തന്നെ ദിലീപിന് താൻ കുറ്റവിമുക്തനാകുമെന്ന് അറിയാമായിരുന്നു എന്നാണ് നികേഷ് പറയുന്നത്. തുടർന്ന് നികേഷ് പറഞ്ഞത് ഇങ്ങനെയാണ്: അതിജീവിത ഉടനടി പ്രതികരിക്കാതിരിക്കുന്നതിൽ നിന്ന് അവർക്ക് ഇപ്പോഴും നീതിന്യായ വ്യവസ്ഥയിൽ വലിയ പ്രതീക്ഷയുണ്ടെന്ന് മനസ്സിലാക്കണം. ഇവിടെ അതിജീവിതയ്ക്ക് മാത്രമല്ല, സ്റ്റേറ്റിനും നീതി കിട്ടിയിട്ടില്ല. ഇത് ആദ്യമായിട്ടല്ല അതിജീവിതയ്ക്കും സ്റ്റേറ്റിനും ജസ്റ്റിസ് ഹണിയം വർഗീസിൻ്റെ കോടതിയിൽ നിന്ന് നീതി കിട്ടാതിരിക്കുന്നത്. നേരത്തെ 2 സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർമാർ ഈ കേസിൽ നിന്ന് രാജിവെച്ച് ഒഴിഞ്ഞുപോയത് നമ്മൾ ഓർക്കണം. 2 തവണ കോടതി മാറ്റണമെന്നാവശ്യപ്പെട്ട് അതിജീവിത മേൽക്കോടതിയിൽ പോയി. അതിന് സ്റ്റേറ്റും പ്രോസിക്യൂഷനും ഒപ്പമുണ്ടായിരുന്നു. നിർഭാഗ്യവശാൽ അത് നടന്നില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, യഥാർത്ഥത്തിൽ ഈ കേസിൽ ഇപ്പോഴല്ല നീതി കിട്ടാതിരുന്നത് എന്നാണ്. ഇത് വളരെ നിർണായകമായ പോയിന്റാണ് നികേഷ് പറയുന്നത്. ഈ കേസിൻ്റെ വിചാരണ ഘട്ടത്തിൽ തന്നെ വലിയ അനീതി നടന്നു. അതിന് നീതി കിട്ടിയില്ല, ആ അനീതിക്ക് നീതി കിട്ടിയില്ല. അത് നടിയെ ആക്രമിച്ച് ചിത്രീകരിച്ച ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡ് ദുരുപയോഗിക്കപ്പെട്ടു എന്ന് ശാസ്ത്രീയ പരിശോധനയിൽ തെളിഞ്ഞപ്പോഴാണ്. 3 കോടതികളിൽ വെച്ച് അത് ദുരുപയോഗിക്കപ്പെട്ടു എന്ന് ശാസ്ത്രീയ പരിശോധനയിൽ തെളിഞ്ഞ കാര്യമാണ് എന്ന് നികേഷ് ചൂണ്ടിക്കാട്ടുന്നു. ആ 3 തവണ ദുരുപയോഗിക്കപ്പെട്ടത് എങ്ങനെയാണ് ഈ വിചാരണയെ ബാധിക്കുക, അത് എന്തിനാണ് ദുരുപയോഗിച്ചത്, അതിന് പിന്നിൽ പ്രവർത്തിച്ചത് ആരാണ്, അവരുടെ എല്ലാം ഉദ്ദേശം എന്തായിരുന്നു തുടങ്ങിയ കാര്യങ്ങളിൽ കോടതി വ്യക്തത നൽകിയില്ല. ഇവിടെ തന്നെ നീതി നിഷേധിക്കപ്പെട്ടു എന്ന് നികേഷ് ചൂണ്ടിക്കാട്ടുന്നു. ഏറ്റവും കടുപ്പമേറിയ ഒരു ഇന്നിങ്സ് അവസാനിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത് എന്നാണ് നികേഷ് കൂട്ടിച്ചേർക്കുന്നത്. നീതിന്യായ വ്യവസ്ഥ ഇവിടെ അവസാനിക്കുന്നില്ല. ജുഡീഷ്യറിയുടെ അവസാന വാക്കല്ല വിചാരണ കോടതി. ഇനിയും കോടതികളുണ്ട്. വിചാരണ കോടതിയുടെ തടസ്സം നീങ്ങി എന്ന് തന്നെ പറയാമെന്ന് തോന്നുന്നു എന്നാണ് നികേഷ് പറയുന്നത്. എന്നുവെച്ച് ബലാത്സംഗത്തിൻ്റെ ഗൂഢാലോചന തള്ളിപ്പോയി എന്ന് അർത്ഥമില്ല എന്ന് നികേഷ് കൃത്യമായി ചൂണ്ടിക്കാട്ടുന്നു. ഈ കേസ് അല്ലെങ്കിൽ ആ ഗൂഢാലോചന കേസ് അവിടെ തന്നെ നിലനിൽക്കും. തെളിവില്ല എന്ന് വിചാരണ കോടതി പറഞ്ഞു എന്നേ ഉള്ളൂ. പക്ഷേ നമ്മൾ കാണുന്നത് തെളിവുകളെല്ലാം കോടതിയിൽ ഉണ്ട് എന്ന് തന്നെയാണ്. അത് മേൽക്കോടതികൾ പരിശോധിക്കട്ടെ. എന്തായാലും
അന്തിമമായ നീതി കിട്ടുമെന്ന് തന്നെയാണ് താൻ വിശ്വസിക്കുന്നത് എന്നാണ് നികേഷ് കുമാർ പറയുന്നത്. ഈ കേസിൽ നിർണായക വെളിപ്പെടുത്തൽ നടത്തിയ, വിവരങ്ങൾ നൽകിയ സംവിധായകൻ ബാലചന്ദ്രകുമാർ പറഞ്ഞ കാര്യം ഓർമ്മിക്കുകയാണ് എന്ന് നികേഷ് പറയുന്നു. ഇത് ദൈവത്തിൻ്റെ കൈസ്പർശമേറ്റിട്ടുള്ള കേസാണ്. അതുകൊണ്ട് തന്നെ ഈ കേസ് ഇവിടെ അവസാനിക്കില്ല. ബാക്കി മേൽക്കോടതികളിൽ കാണാനിരിക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ട് നിരാശയുടെ സാഹചര്യമില്ല എന്നാണ് നികേഷ് പറയുന്നത്. അന്തിമ വിധിയല്ല ഇത് വിചാരണ കോടതിയുടെ കണ്ടെത്തൽ മാത്രമാണ്. വിചാരണ കോടതിയുടെ നിലപാടുകളായിരുന്നു ഈ കേസിൽ ഏറ്റവും വലിയ തടസ്സം. ആ കാർമേഘം ഒഴിഞ്ഞു എന്നതാണ് തൻ്റെ ആശ്വാസമെന്നും നികേഷ് കൂട്ടിച്ചേർക്കുന്നു. ഈ അവസരത്തിൽ ഈ കേസിന് പുനർജീവൻ നൽകിയ ബാലചന്ദ്രകുമാറിനെയും നികേഷ് ഓർക്കുകയാണ്. ബാലചന്ദ്രകുമാർ കോടതി മുറിയിൽ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വൃക്കരോഗം കാരണം ചോര ഇറ്റുവീണ സംഭവം വരെ ഉണ്ടായി എന്ന് നികേഷ് പറയുകയാണ്. ബാലചന്ദ്രകുമാറിൻ്റെ ഇടപെടലോടുകൂടിയാണ് ഈ കേസിൻ്റെ എല്ലാ സത്യങ്ങളും ജനങ്ങൾ അറിഞ്ഞത് എന്നും നികേഷ് ഓർമ്മിക്കുന്നു. പ്രോസിക്യൂഷന് ദിലീപിനെതിരായ ഗൂഢാലോചന തെളിയിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ജസ്റ്റിസ് ഹണിയം വർഗീസ് ദിലീപിനെ കുറ്റവിമുക്തനാക്കിയത്. ഒരുപക്ഷെ ഈ കേസുമായി ബന്ധപ്പെട്ട് അടുത്ത് നിന്നവരെല്ലാം പ്രതീക്ഷിച്ചിരുന്ന വിധി തന്നെയാണ് ഇത് എന്ന് നമുക്ക് പറയാം. കാരണം നിരവധി തവണ ഈ കോടതിയിൽ നിന്ന് അതിജീവിതം നേരിട്ടത് നേരത്തെ നികേഷ് സൂചിപ്പിച്ചതുപോലെ ആ രീതിയിലുള്ള അനുഭവമാണ്. പലപ്പോഴും കണ്ണീരോടെ അതിജീവിതയ്ക്ക് കോടതി മുറി വിടേണ്ടി വന്നിട്ടുണ്ട്. അത് ചില മാധ്യമപ്രവർത്തകർ സൂചിപ്പിച്ചിട്ടുണ്ട്. അതിജീവിതയുടെ ആവശ്യങ്ങൾ കോടതി നിരന്തരം തള്ളി. എന്നാൽ പ്രതിയുടെ ആവശ്യങ്ങൾ സ്വീകരിക്കുകയും ചെയ്ത വിചാരണ കാലയളവാണ് കടന്നുപോയത്. അതിജീവിതയുടെ പീഡന ദൃശ്യങ്ങൾ കോടതിയുടെ കസ്റ്റഡിയിൽ നിന്ന് ചോർന്നുപോയി എന്നുള്ള അസാധാരണ കാര്യവും നേരത്തെ നികേഷ് സൂചിപ്പിച്ചതുപോലെ ഈ കാലയളവിലുണ്ടായി. പക്ഷേ അതും കോടതി കണക്കിലെടുത്തില്ല. അങ്ങനെയുള്ള കോടതി വേറൊരു വിധി പ്രഖ്യാപിക്കുമെന്ന് ഈ കേസിനെ സൂക്ഷ്മമായി വിലയിരുത്തിയ ആരും കരുതിയില്ല എന്ന് തന്നെ പറയാം. സത്യത്തിൽ തെളിവുകളുടെ അഭാവമാണോ ദിലീപിൻ്റെ രക്ഷയ്ക്ക് എത്തിയത് എന്ന ചോദ്യമാണ് ഇവിടെ പ്രസക്തമാകുന്നത്. ഈ വാർത്ത സൂക്ഷ്മമായി വീക്ഷിച്ച, ഈ വാർത്തയിൽ സജീവമായി ഇടപെട്ട മാധ്യമപ്രവർത്തക അപർണ സെൻ ഫേസ്ബുക്കിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കൂടി നോക്കാം. അതിജീവിതയുടെ ആവശ്യങ്ങൾ, ജഡ്ജിൻ്റെ പ്രവൃത്തി എന്നിവ കാണിച്ചുകൊണ്ടാണ് അപർണ ചില കാര്യങ്ങൾ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത്. അതിജീവിത ആവശ്യപ്പെട്ടത് എന്നെ കേൾക്കണം, ഞാൻ പറയുന്ന കാര്യങ്ങൾ അങ്ങ് എഴുതണമെന്നാണ്. ഉടനെ ജഡ്ജ് അതിന് മറുപടിയായി പറഞ്ഞത് ഞാൻ നിന്റെ സ്റ്റെനോ അല്ല, നീ പറയുന്നത് എല്ലാം എഴുതാൻ എന്നായിരുന്നു. അതിജീവിത പറഞ്ഞു ഹാഷ് വാല്യൂ മാറ്റത്തിൽ അന്വേഷണം വേണം, അത് എൻ്റെ ഭാവിയാണ്. പക്ഷേ ജഡ്ജി നിരസിച്ചു. മെമ്മറി കാർഡിലെ ഇല്ലീഗൽ ആക്സസിൽ അന്വേഷണം നടത്തി എൻ്റെ സ്വകാര്യത സംരക്ഷിക്കണം. പക്ഷേ ജഡ്ജി നിരസിച്ചു. അന്വേഷണ റിപ്പോർട്ടിൻ്റെ പകർപ്പ്, മൊഴിപ്പകർപ്പ് എന്നിവ വേണം. പക്ഷേ നിരസിച്ചു. ജാമ്യവ്യവസ്ഥ പ്രതി ലംഘിച്ചു, ജാമ്യം റദ്ദു ചെയ്യണം. പക്ഷേ ആ അപേക്ഷ തള്ളി. വിചാരണ തുറന്ന കോടതിയിൽ വേണം, സത്യം ജനങ്ങൾ അറിയട്ടെ എന്ന് അതിജീവിത പറഞ്ഞു. പക്ഷേ അത് നിരസിച്ചു. ഇതൊക്കെയാണ് അപർണ കൃത്യമായ രീതിയിൽ കുറിച്ചിരിക്കുന്നത്. ഇത് മാത്രമല്ല, അടച്ചിട്ട കോടതി മുറിയിൽ ദിലീപ് പറഞ്ഞത് വാർത്തയായപ്പോൾ അത് തടയണമെന്നാവശ്യപ്പെട്ട് പ്രതി കോടതിയെ സമീപിച്ചു. ജഡ്ജ് അത് അംഗീകരിച്ചു. ഇങ്ങനെ പോകുന്നു ദിലീപിന് അനുകൂലമായ കോടതിയുടെ നടപടികൾ. ഇതൊക്കെ കൊണ്ടാണ് വിചാരണ വേള റേപ്പിനേക്കാളും വലിയ ക്രൂരതയായി മാറിയതെന്ന് നടി പറഞ്ഞത്. കോടതി മാറ്റം വേണമെന്ന് രാഷ്ട്രപതിക്ക് വരെ അതിജീവിത പരാതി നൽകിയെങ്കിലും അതിനൊന്നും നടപടി ഉണ്ടായില്ല. യഥാർത്ഥത്തിൽ ഒറ്റ നോട്ടത്തിൽ പരിശോധിച്ചാൽ തന്നെ വിചാരണ വേളയിൽ തന്നെ അതിജീവിതയ്ക്ക് നീതി നിഷേധിക്കപ്പെട്ടു എന്ന് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഈ വിധി ഒന്നിൻ്റെയും അവസാനമല്ല. അതിജീവിതയും സർക്കാരും പോരാട്ടം തുടരുമെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പണപ്പെരുക്കത്തിൻ്റെയും സ്വാധീനത്തിൻ്റെയും ബലത്തിൽ അട്ടിമറിക്കാൻ നിരന്തരം ശ്രമിച്ച കേസാണ് നടി ആക്രമിക്കപ്പെട്ട കേസ് എന്ന് കേരള ചരിത്രത്തിൽ എഴുതപ്പെടും. പക്ഷേ അന്തിമ നീതി അതിജീവിതയ്ക്ക് തന്നെ കിട്ടുമെന്ന് നമുക്ക് ഉറച്ചു വിശ്വസിക്കാം. എന്താണ് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം? കമൻറ്റ് ചെയ്യുക. വാട്സപ്പിൽ പേജ് 10 സ്റ്റോറീസിൻ്റെ വീഡിയോകൾ കിട്ടാനായി കമൻറ്റ് ബോക്സിലുള്ള ലിങ്കുകൾ ക്ലിക്ക് ചെയ്യുക. വാട്സപ്പ് ചാനലിലോ അല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിലോ അംഗമാകാം. നന്ദി, നമസ്കാരം.